ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്തേ? അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഖളാ വീട്ടും ഞാൻ. ആരോടായി പറയണ? ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു ഖളാ വീട്ടല്? ഏത് രോഗിയാണോ ഓർമ്മണ്ടോ നിസ്കരിച്ചോളണം, 5 നേരം നിസ്കരിച്ചോളണം. ഓർമ്മയുണ്ടെങ്കിൽ നിർബന്ധമാണ്, നിന്നിട്ടേ പറ്റുള്ളൂ. അങ്ങനെ നിസ്കരിച്ചോ. കഴിയിലേ ഇരുന്നോളൂ, ഇല്ലെങ്കിൽ മലർന്ന് കിടന്നോളൂ, ചെരിഞ്ഞ് കിടന്നോളൂ. ഒന്നിനും കഴിയില്ലേ, തല മാത്രം അനക്കാനേ പറ്റൂ, അതിനും പറ്റൂല. കൺപോള മാത്രമേ ചലിക്കുന്നുള്ളൂ, അതിനും പറ്റൂല. ഒന്നും ചലിക്കൂല, നിശ്ചലമാണ്. എന്നാൽ ഓർമ്മയുണ്ടോ? കിടന്ന കിടപ്പിൽ നിസ്കാരമാണെന്ന് ഓർത്തുകൊണ്ട് നിസ്കരിക്കും പോലെ മനസ്സിലങ്ങനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചോ. വിട്ടുവീഴ്ചല്ല. ഇത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്താൽ പറയും ഇവിടെ ഒന്നും വൃത്തിയില്ല, ഈ വാർഡിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, ശരീരത്തിലൊക്കെ മൂത്രാണ്, അവിടെ ആ നേഴ്സ് തൊട്ടിക്കണ്, ഇവിടെ ഈ ഡോക്ടർ വന്നാണ്, അവിടെ കുറെ ആൾക്കാരൊക്കെ നടന്നാണ്, അവിടെ ഇനി പരി പോയിട്ട് നിസ്കരിക്കുക. അങ്ങനല്ല ഇസ്ലാമിൽ. രോഗിക്ക് നിസ്കാരത്തിന് അളവുണ്ട്. ഒരു നേരത്തെ നിസ്കാരത്തെ 2 നേരമാക്കി അദ്ദേഹത്തിന് ഒരുമിച്ച് കൂട്ടാം. ബുദ്ധിമുട്ടുകൾ അത്രത്തോളം ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ ഉളുടുത്തു കൊടുക്കാൻ ആരുമില്ലേ? അയാൾക്ക് ഉളു പോലും നിർബന്ധമില്ല, ആരും സഹായിക്കാനുമില്ല. കിടന്ന കിടപ്പാണ്, ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല, ഉളു പോലും എടുക്കാൻ വയ്യ. തയമ്മും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ ചെയ്യ്. എന്താണോ കഴിയുക അങ്ങനെ ചെയ്തേക്കണം. നിസ്കാരത്തിന് ഇളവില്ല. നോക്കാൻ നിൽക്കുന്നവരും വേണം ശ്രദ്ധിക്കാൻ. ഇത് വാപ്പ ഉമ്മ നമ്മളൊക്കെ ഡോക്ടർമാർ രോഗികളായിട്ട് ഹോസ്പിറ്റലിലായാൽ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. മാരക രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബാദികളെ ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല, ഒരു വകുപ്പുമില്ല. നിസ്കരിച്ചോളണം എങ്ങനെയാണോ പറ്റുക. അതിനപ്പം നമുക്ക് ഭയങ്കര സിമ്പതിയാണ്, പാവം തോന്നുകയാണ്. ഉമ്മ മരുന്നടിച്ചോ, ബാപ്പാ മരുന്നടിച്ചോ, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ, ഒക്കെ ചോദിക്കും. കൂടെ നിൽക്കണം മോളും മോനും ബന്ധപ്പെട്ടവരൊക്കെ, ഉമ്മ നിസ്കരിക്കണ്ടേ, ഉപ്പ നിസ്കരിക്കണ്ടേ എന്ന് ചോദിച്ച് നിസ്കരിപ്പിക്കുന്ന എത്ര മക്കളുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, സേവകന്മാരുണ്ട്. ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്ന ആളുകൾ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. എന്താണോ കഴിവ്. ഇനി ഹോസ്പിറ്റലിലെ ബെഡ് ഖിബിലയിലേക്ക് തിരിച്ചിടാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നവരുണ്ട്. അതിനും ഇസ്ലാമിൽ ഇളവുണ്ട്. ഒരു നിലക്കും ഖിബിലയിലേക്ക് തിരിയാനോ വഴിയില്ലെങ്കിൽ ഉള്ള ഭാഗത്ത് കിടന്നങ്ങ് നിസ്കരിച്ചോ. ഇനി എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? നിസ്കാരം ഒഴിവാക്കരുത്.